തേക്കുമ്പോൾ കുറച്ച് ജാമ അമ്മായിമ്മയുടെ മേത്ത് പോയി. ഇതിനെ ചൊല്ലിട്ട് അടി. ആ അമ്മായിമ്മ ഇവളെ അടിച്ചത് മാത്രമല്ല തൊടയൊക്കെ കടിച്ച് പൊട്ടിച്ച് ഭയങ്കര പ്രശ്നമായി. അവിടെ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കുഞ്ഞില്ലാതായി. ഇവളെ കൊണ്ട് കളയടാ കൊണ്ട് നിനക്ക് ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് നല്ലൊരു പെണ്ണിനെ കെട്ടി ഇവളെ മുന്നിൽ കൂടെ തന്നെ നടത്തി കാണിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയൊക്കെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ ഷഹന എന്ന പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ ഉമ്മയെയോ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ ഫോണും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭർത്താവിനെയോ ഈ ഒരു ഉമ്മയെയോ കസ്റ്റഡിയിലെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അവരെ പിടികൂടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഈ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു കളി പോലീസ് കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം സ്ത്രീധന പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള മൊഴി ഇവർ കൊടുത്തിട്ടും അത് FIRൽ ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അവിടെ അവളെ അമ്മ നല്ലവണ്ണം പീഡിപ്പിക്കും വീട്ടിൽ. പിന്നെ അതിൻ്റെ കൂടെ ചേർന്ന് ഭർത്താവും ഉണ്ട്, അമ്മായി അച്ഛനും കൂടെ ചേരും. എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഭാര്യ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം അയാൾ കയറി ഇടപെട്ട് അത് വലിയ പ്രശ്നമായി ഇഞ്ഞുകൊണ്ട് കൂടെ ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിടും. വീണ്ടും എന്തെങ്കിലും ഞങ്ങൾ ചെന്ന് മധ്യസ്ഥതയൊക്കെ പറഞ്ഞു എടുത്ത് വീണ്ടും കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഉണ്ടാക്കും. കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാരണങ്ങളെയാണ് വലുതാക്കി വിഷയമാക്കി കൊണ്ടുവരുന്നത്. എന്ത് പറഞ്ഞാലും അവർ ഡിവോഴ്സ് വേണം, അതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടുതലും ഭാര്യയാണ് ഏറ്റവും അധികം പ്രശ്നം. എന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, എന്തിനും അവർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളെ അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കും. പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണങ്ങൾ. അവർക്ക് എന്ത് കാരണം വേണമെന്നൊന്നുമില്ല. പിന്നെ ഇളയ പയ്യൻ കെട്ടിയതിന് ശേഷമാണ് കൂടുതൽ പീഡനം. അത് ആ കുട്ടി ഇത്തിരി സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കെട്ടിയെങ്കിൽ അവരുടെ മാക്സിമം ഞങ്ങൾ 75 പവനും ഈ വീടും ഒക്കെ എൻ്റെ മകൾക്കാണ് കൊടുത്തത്. ഞങ്ങൾ ലോൺ എടുത്ത് ഞങ്ങൾ ഇത്രയൊക്കെ കൊടുത്തു. എന്നാലും ഇപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം പിന്നെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നു, പിന്നെ അതെ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നു. ഇതൊക്കെയാണ് നിരന്തരം എന്തെങ്കിലും പറയുമ്പോൾ പറയുന്നത്. കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നവളാണ്. അങ്ങനെയൊക്കെ എപ്പോഴും മാനസികമായിട്ട് കൊച്ചിനെ ഒരുപാട് ഇത് ചെയ്യുമായിരുന്നു. ഉമ്മാൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു. പിന്നെ ഒരു കുഞ്ഞായി നമ്മളെല്ലാം സഹിക്കണം, എടുക്കണം, എന്തായിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും അച്ഛൻ പറയും, ഒരു വീട്ടിൽ എന്താ പറഞ്ഞാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ കെട്ടിച്ച് വിടുന്നതിനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ എൻ്റെ എനിക്ക് കുഞ്ഞില്ലാതായി. 2020 കൊറോണ സമയത്തായിരുന്നു. അവർ വന്ന് കുഞ്ഞിനെ മാത്രം മതി, എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ചോദിച്ചത്. മകളെ മാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് കെട്ടിയത്. ഒരു മരുമകളായിട്ടല്ല, ഒരു മകളായിട്ട്. പക്ഷേ അവിടെ ഈ അമ്മയാണ് കുഴപ്പം. കുറച്ച് ദിവസം നല്ലതുപോലെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ സ്വഭാവം മാറി തുടങ്ങി. അതായത് ഈ അമ്മായി അച്ഛൻ കൂടുതൽ ഈ മോളെ ഇത് ചെയ്യുന്നതായിരിക്കാം പ്രശ്നമായത്. പിന്നെ ഇവർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ ഭർത്താവ് അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എന്ത് പ്രശ്നം അവിടെ വഷളായി വന്നാലും പറഞ്ഞു വരുമ്പോൾ അവർ എൻ്റെ മകളുടേതാക്കും കാര്യങ്ങളല്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോനെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും പറയുന്നതും വരയ്ക്കുന്ന വരയിൽ അപ്പുറമല്ലാതെ ഒരു കാര്യവും ഒരു കെയറിങ്ങുമില്ല. ഇല്ല. അതിലാണ് എൻ്റെ കുട്ടി കൂടുതലും വിഷമിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടോ ഒന്നുമില്ല. എന്തെങ്കിലും അല്ലെങ്കിൽ അമ്മായി അച്ഛൻ പറഞ്ഞ് ചിലപ്പോൾ മോൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് വിട്ട് കഴിഞ്ഞാൽ അവൻ വന്നും അവരുടെ വാക്ക് കേട്ടോണ്ട് മോളെ ഉപദ്രവിച്ചിട്ടുണ്ട്.
നൗഫൽ അടിക്കുകയും ചിലപ്പോൾ കഴുത്തിനൊക്കെ പിടിച്ചിങ്ങനെ ഒരിക്കൽ ഇതുപോലെ കഴുത്തിൽ അടയാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോളടുത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് ഷോളെന്തോ ഇട്ട് മുറുക്കി ആണെന്ന്. പിന്നെ അത് ഇപ്പം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇതാക്കി വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. അപ്പം പിന്നെ അതിനെ നമ്മളൊരു ഭർത്താവല്ലേ എന്ന് വിചാരിച്ചെല്ലാം സഹിച്ചു. ഇപ്പോൾ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ അടിക്കാൻ ചെയ്യും എന്ന് പറഞ്ഞു. കൂടെ എന്തെങ്കിലും പറയും പിന്നെ പെണ്ണായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ മോള് ചോദിച്ച് അത് എങ്കിൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. അത് നീ കേസ് നിൻ്റെ കുടുംബം വിറ്റ് കേസ് പറഞ്ഞാലും ഞാൻ എൻ്റെ കാശിൻ്റെ അകത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഞാനാണെങ്കിൽ ഞാൻ ഊരി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇടയ്ക്ക് കത്തിയെടുത്തേറി ഇതിന് മുന്നേ ഇപ്പോൾ വന്ന സമയത്ത് അവർ നല്ലവണ്ണം ഉപദ്രവിച്ചാണ് എൻ്റെ മോള് ലാസ്റ്റ് വന്നത്. നല്ല ശരിക്കും പീഡനം അനുഭവിച്ചു. കടിയും അടിയും ഒക്കെ കൊണ്ട് പാട് ഞങ്ങൾ ഇതുണ്ട്, പാടൊക്കെ ഉണ്ട് ദേഹത്ത്, മുഖത്തും ചുണ്ടിൽ തുടയൊക്കെ കടിച്ചെടുത്തവർ. അത് ഈ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചാണ്. എന്നിട്ട് പോലും പ്രതികരിച്ചില്ല. അതൊരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ മരുമകന് സർജറി നടക്കുന്നതിൻ്റെ അന്നായി സംഭവം. അങ്ങനെയാണ് മോള് വീട്ടിൽ വരുന്നത്. 3 മാസം വിളിച്ചോണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് ആ ഇളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നു. ഇളയ മകൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവരുടെ ഇളയ മകൻ്റെ, അപ്പോൾ അവർക്ക് ഇവരുടെ വീടെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല. അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയാൻ പാടില്ല. അവർ പുറത്തേക്ക് ആൾക്കാർക്ക് നല്ല ഇതാണ്. ഇവിടെ നടക്കുന്ന ഒന്നും ആരും അറിയത്തില്ല. ഒരു പ്രശ്നം വന്ന് നമ്മൾ ഇപ്പോൾ പോയി കഴിഞ്ഞ് സംസാരിക്കാൻ വന്നാലും അവരെ ഭാര്യ അയാൾ സേഫായി മാറ്റിയിട്ട് അവരെ കൊണ്ടുവരത്തില്ല. സംസാരിക്കുന്നിടത്തും മധ്യസ്ഥതയ്ക്ക് വരുന്നവരെ മുന്നിൽ അവരെ കൊണ്ടുവരില്ല. അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഞങ്ങൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ഇത്. ഒരു വല്ലാത്തൊരു സ്ത്രീയാണ്. ഇവളെ കൊണ്ട് കളയടാ കൊണ്ട്, നിനക്ക് ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് നല്ലൊരു പെണ്ണിനെ കെട്ടി ഇവളെ മുന്നിൽ കൂടെ തന്നെ നടത്തി കാണിക്കാം നമുക്ക് എന്നൊക്കെ മോൻ്റെ അടുത്ത് പറയും. അത് സപ്പോർട്ട് ചെയ്ത് മോനും അമ്മയുണ്ടില്ല. മോൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ കാശില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും മോൻ പ്രതികരിക്കില്ല. അമ്മ എന്ത് പറയുന്നോ ഒന്നിനും പ്രതികരണമില്ല. അമ്മയും അച്ഛനും പറഞ്ഞു. ഈ പെൺകുട്ടിയെ ഒന്നും വേണ്ട, ഒരു സാധനവും വേണ്ട. അവർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നവരാണ് ഈ നൗഫലിൻ്റെ വീട്ടുകാർ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് ഇവർ പറഞ്ഞൊരു മോളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നാളെ, ₹1 നിങ്ങൾ തരണ്ട, ഒന്നും തരണ്ട എന്ന് പറഞ്ഞ്. അന്ന് അവൾക്ക് 18 വയസ്സായിട്ടില്ല. അങ്ങനെ 18 വയസ്സായി ഇവർ നിരന്തരം വീട്ടിൽ വരും. പെണ്ണിനെ ഇഷ്ടമാണ്, പെണ്ണിനെ ഞങ്ങളുടെ മോളാണ്, അങ്ങനെ വേണ്ട സ്വീറ്റ്സൊക്കെ കൊടുന്ന് ഇപ്പോൾ ഇവരും കരുതി നല്ലൊരു കുടുംബമാണ്, ഇനിയൊരു വേറെ അന്വേഷണമൊന്നും വേണ്ട, അങ്ങനെ കഴിപ്പിച്ചു കൊടുത്തപ്പോൾ എന്നാലും ഒരു കല്യാണം കഴിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് തരാൻ പറ്റുകയെന്ന്. അവരുടെ ഒരു കുടുംബത്തിനൊക്കെ അനുസരിച്ച് 75 പവനും അവർ 5 സെൻറ്റ് സ്ഥലത്തുള്ള വീടും സ്ഥലമൊക്കെ ആ പെണ്ണിൻ്റെ പേരിൽ എഴുതി കൊടുത്ത്. എന്നിട്ടും ആ പെണ്ണിന് ജീവിക്കാനുള്ള യോഗം ഉണ്ടായില്ല. അതിന് മെയിൻ ഒരു കാരണം പറയണത് ഇയാൾക്കൊരു പൈൽസിൻ്റെ സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിലായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പെൺകുട്ടി അധികം ഇവിടെ നിന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ പറഞ്ഞാൽ വക്കം ഒരു തീരുമാനം എടുക്കാൻ ഇവർക്കൊട്ട് കഴിഞ്ഞതുമില്ല. അപ്പോൾ ഈ പൈൽസിൻ്റെ സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ചടങ്ങ്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഒരു മരുവനല്ലേ ഫുഡ് കൊടുത്തവർക്ക് പറ്റിയില്ല. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ഫുഡ് ഓരൊക്കെ ഒന്നിനും പറ്റാത്തവരല്ല. ഈ ഒരു മനോഭാവമാണ്. അതിനെ ചൊല്ലിയിട്ട് ഈ പെൺകുട്ടിയെ ഈ ഷഹനെ ഒരുപാട് വഴക്ക് പറഞ്ഞിരിക്കണം അമ്മായിമ്മ. അപ്പോൾ ഈ അമ്മായിമ്മയും ഈ പെണ്ണുമാണ് ഹോസ്പിറ്റലിൽ ഉള്ളത്. പിറ്റേ ദിവസം വരെ ആ ദേഷ്യത്തിന് ഫുഡേ വാങ്ങിയില്ല അത്രേ. ഇവള് രാവിലെ ഫുഡ് കഴിക്കണമല്ലോ, ഈ ബ്രെഡുമ്മേ ജാമ് വെച്ച് തേക്കുമ്പോൾ കുറച്ച് ജാമ് അമ്മായിമ്മയുടെ മേത്ത് പോയി. ഇതിനെ ചൊല്ലിട്ട് ആ അമ്മായിമ്മ ഇവളെ അടിച്ചു എന്ന് മാത്രമല്ല തൊടയൊക്കെ കടിച്ച് പൊട്ടിച്ച് ഭയങ്കര പ്രശ്നമായി. അവിടെ നിന്നാണ് ഈ പ്രശ്നം കണ്ട് പൊട്ടിത്തെറിക്കുന്നത്. അതോടുകൂടിയിട്ട് ഇവർ വീട്ടുകാർ വിളിച്ചുകൊണ്ടായി. എന്നിട്ടും അതും സുൽഹാക്കിയിട്ട് തിരിച്ചയക്കുക ചെയ്തത്. അന്ന് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞത് നിങ്ങൾ പരാതി കൊടുത്തോ പോലീസിൽ, കാരണം നല്ല പരിക്ക പെൺകുട്ടിക്ക് ഉണ്ട്, അത്ര അടിവട ഉണ്ടായിട്ടുണ്ടെന്ന്. ഇവനൊരു ഉമ്മാന്റെ വാക്ക് മാത്രമേ കേൾക്കൂ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്,
ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങൂല. സ്വന്തം ഭാര്യയെ പരിഗണിക്കാത്ത ആളുകൾ, ആ കുടുംബം കുളം തോണ്ടും. കണ്ടാൽ ഇവർ മാന്യന്മാരാണ് ഇത്തരം ആണുങ്ങൾ. ഉമ്മാന്റെ വാക്ക് മാത്രം കേൾക്കാന്ന് പറയുമ്പോൾ എന്താ തെറ്റ്? പക്ഷെ സ്വന്തം ഭാര്യ പറയുന്നത് എന്താണെന്നൊരു സ്പേസ് കൊടുക്കാതെ ഉമ്മാന്റെ വാക്ക് മാത്രം കേട്ട് നടക്കുന്ന മനുഷ്യരെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് നരകത്തിന്റെ ശിക്ഷ പോലെ ഇരിക്കും ഇവിടെ ജീവിക്കേണ്ടി വരിക. ആ ഒരു അവസ്ഥയിൽ കൂടെ ഷഹന പോയത്. വളരെ വലിയൊരു അനുഭവം, അല്ലെങ്കിൽ വളരെ വലിയൊരു വിഷമഘട്ടത്തിലൂടെ പോയിട്ടും ഈ പെണ്ണിന്റെ ഈ വീട്ടുകാർക്ക് ഇത് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് ഉത്തരം പലരും എഴുതിയിരുന്നു. അവിടെ ഒരു ബാബരി മസ്ജിദ് പൊളിച്ചു കൊടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പോണ ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഭീമാ പള്ളി എന്ന് പേരുള്ള ഒരു പള്ളിയുണ്ട് കേരളത്തിൽ. അത് എവിടെയാണ്, കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.